പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ സോളിഡാരിറ്റി, SIO തുടങ്ങിയ സംഘടനകൾ എയർപോർട്ട് ഉപരോധം സമരം നടത്തിയത് വമ്പിച്ച വിമർശനങ്ങൾക്കും ചർച്ചകൾക്കും കോലാഹലങ്ങൾക്കും ഒക്കെ ഇടയായിരിക്കുകയാണ്. സംഘപരിവാർ മനസ്സുവേറുന്ന പിണറായി വിജയൻ്റെ പോലീസ് അതിക്രൂരമായി അതിനോട് പെരുമാറുകയും സമരത്തെ പൊളിക്കാൻ വേണ്ടി ബസ് പറഞ്ഞയക്കുന്നവരെ ബസ് പിടിച്ചെടുക്കും, ബസ് ഓണർമാർക്കെതിരെ കേസ് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങേയറ്റം മലീമസമായ, മോശമായ, മ്ലേച്ഛമായ രൂപത്തിൽ സമരത്തെ നേരിടാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷത്തെയും മുസ്ലിം സമൂഹത്തിൽ നിന്ന് തന്നെ പലതരത്തിലുള്ള വിമർശനങ്ങളുമായി രംഗത്ത് വരുന്ന പലരെയും നമുക്ക് കാണാൻ കഴിയും. അതിൽ വളരെ പ്രധാനമായി ഇടതുപക്ഷ പ്രൊഫൈലുകൾ ഉപയോഗിക്കുന്ന മറ്റൊരു കാര്യം, എയർപോർട്ട് സമരത്തിന് എന്തിനാണ് ഈ സയ്യിദ് ഖുത്തുബിന്റെ ഫോട്ടോ പ്രദർശിപ്പിക്കുന്നത്, യഹ്യ സിൻവാറിന്റെ ഫോട്ടോ പ്രദർശിപ്പിക്കുന്നത്, ഹസനുൽ ബന്നയുടെ ഫോട്ടോ പ്രദർശിപ്പിക്കുന്നത് എന്ന് തുടങ്ങിയ വിമർശനങ്ങളാണ്. സയ്യിദ് ഖുത്തുബ് ജമാൽ അബ്ദുൽ നാസറിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തി എന്നാണ് അവർ പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് വസ്തുത? എന്തിനാണ് എയർപോർട്ട് ഉപരോധം നടത്തിയത്? എന്തിനാണ് അതിൽ ഇത്തരം നേതാക്കളുടെ ഫോട്ടോ പ്രദർശിപ്പിച്ചത്? എന്താണ് ഈ സമരം സമൂഹത്തിന്റെ മുൻപിൽ മുന്നോട്ട് വെക്കുന്ന ആശയം? അനിൽ മുഹമ്മദിനെ പോലെയുള്ള ആളുകൾ ഇതൊരു കേവല വൈകാരിക പ്രകടനം മാത്രമായി കാണുമ്പോൾ, ഇല്ലേ, അതിന്റെ യഥാർത്ഥ മെരിറ്റിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അദ്ദേഹത്തെ പോലെയുള്ള ഉപരിപ്ലവവാദികളായ ആളുകൾക്ക് സാധ്യമാകുന്നില്ല എന്നതല്ലാത്ത മറ്റൊന്നും അതിന് പറയാനില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. രണ്ട് കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, എയർപോർട്ട് ഉപരോധം എന്തിനാണ് അങ്ങനെ നടത്തുന്നത്? ഈ ചോദ്യത്തിനുള്ള ഒരു മറുപടിയായി എൻ്റെ കൂട്ടുകാരനായ, ഞാൻ നേരത്തെയൊക്കെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇതിൽ ഉപയോഗിക്കാറുണ്ട്, സജദൽ മുജീബ്, അദ്ദേഹത്തിൻ്റെ ഒരഭിപ്രായം ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാം. അതായത് ഈ ദുനിയാവിൽ ആദ്യമായിട്ടൊന്നുമല്ല ഞാൻ എയർപോർട്ട് ഉപരോധം നടത്തുന്നത്. എയർപോർട്ട് ഉപരോധം എന്ന് പറഞ്ഞാൽ എയർപോർട്ടിൻ്റെ റൺവേയിൽ വിമാനം തടഞ്ഞു നിർത്തലുള്ള പരിപാടിയൊന്നുമല്ല. അതൊരു പ്രതീകാത്മക സമരമാണ്. അതീവ സുരക്ഷാ മേഖലയായ എയർപോർട്ടിൻ്റെ അതീവ സുരക്ഷാ മേഖലയ്ക്ക് പുറത്താണ് ഉപരോധം നടത്തുക. എന്ന് വെച്ചാൽ പോകുന്ന വഴിയിൽ ഒരു 10-20 മിനിറ്റ്, കൂടിപ്പോയാൽ അരമണിക്കൂർ ഒരു ഉപരോധം നടത്തുകയും പ്രതീകാത്മകമായി പിരിഞ്ഞു പോവുകയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ രീതി. ഇത് ലോകത്ത് ആദ്യമായിട്ട് ഒരു സംഘടന നടത്തുന്നതുമല്ല, പല സംഘടനകളും നടത്തുന്നതാണ്. അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ, അങ്ങനെ ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടോ എന്നുള്ള ചർച്ചയൊക്കെ പിന്നൊരു രീതി. അങ്ങനെ ചെയ്യണത് എന്തിനാ, അല്ലെങ്കിൽ അത് രാജ്ഭവൻ ഉപരോധിച്ചാൽ പോരെ എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ അത് വേറെ രീതി. പിന്നെ ഈ ഉപരോധം നടത്തിയ പിള്ളേരെന്ന് പറയുന്നത് അവരിൽ ഭൂരിഭാഗം പേരും പ്രവാസികളുടെ മക്കൾ തന്നെയാണ്, ഗൾഫ് കൊണ്ട് ജീവിച്ചിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അല്ലാന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഗൾഫും പ്രവാസവും ഒക്കെ അറിയാത്ത ആൾക്കാരൊന്നും അല്ല കയറി അവിടെയുള്ള ഗൾഫുകാരെ മുഴുവനും അല്ലെങ്കിൽ പ്രവാസികളെ മുഴുവനും തടഞ്ഞു നിർത്തുകയും അവരുടെ കഞ്ഞൂടി മുട്ടിക്കുകയും ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്തിട്ട് ഗതിയുള്ളതൊന്നുമല്ല. പ്രതിഷേധം അറിയിക്കുക എന്നുള്ള രീതിയിൽ ഒരു ഉപരോധ സമരം നടത്തുമ്പോൾ അതിനെ മറ്റ് രീതിയിലേക്ക് തിരിച്ചു വിടുകയും അത് ഭീകരവാദമാണെന്നും തീവ്രവാദമാണെന്നൊക്കെ പറയുക, അതിനെ തൊണ്ട തൊടാതെ കുറച്ച് വിഴുങ്ങുക, എന്നിട്ട് അത് മറ്റു ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ കൂട്ടത്തിൽ നിന്ന് ഒറ്റുന്ന സ്വഭാവക്കാരാണത് എന്നാണ് ഞാൻ പറയുക. കാരണം വഖഫ് സമരത്തിൽ ഉണ്ടാവേണ്ടത് ഒരു മുസ്ലിം ഏകോപനമാണ്. പൗരത്വ സമരത്തിൽ ഉണ്ടായതുപോലുള്ള ഒരു ഏകോപനം ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ള വിശ്വാസക്കാരാണ് ഞാൻ. അതിന് ഏത് രീതിയിലുള്ള സമരവും നമുക്ക് നടത്താവുന്നതാണെന്നുള്ള പക്ഷക്കാരനാണ്. കാരണം നമ്മുടെ വസ്തുക്കളാണ് ഈ നഷ്ടപ്പെടാൻ പോകുന്നത്, നമ്മുടെ സ്ഥാവര ജംഗമ വസ്തുക്കളാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. അതിനെ നമ്മൾ പ്രതിരോധിക്കേണ്ടത് തന്നെ വരും. അതിന് ഏതൊക്കെ രീതിയിൽ നാഷണൽ ലെവലിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഇവൻറ്റുകൾ ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യേണ്ടി വരും.
അതിന് BJPയുടെ ഓഫീസ് ഉപരോധിക്കുകയല്ല വേണ്ടത്. കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകൾ, അത് പോസ്റ്റ് ഓഫീസ് ഉപരോധിക്കേണ്ടി വരും, രാജ്ഭവൻ ഉപരോധിക്കേണ്ടി വരും, ട്രെയിൻ തടയേണ്ടി വരും. ട്രെയിൻ തടയുന്ന അത്രയും പ്രശ്നങ്ങളില്ല. വിമാനം തടയുന്നതെന്ന് അറിയോ നിങ്ങൾക്ക്? ട്രെയിനിൽ കുത്തിയിരുന്ന് ട്രെയിനിൽ തലങ്ങും വിലങ്ങും കിടന്ന് സമരം ചെയ്ത ആൾക്കാരാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ. അറിയാമോ? എത്ര പേരുടെ യാത്രയാണ് മുടങ്ങിപ്പോയേക്കണമെന്ന് അറിയാമോ? അതൊന്നും ചെയ്യുമ്പോൾ ഒരു പ്രശ്നവുമില്ല, ഭീകരവാദമില്ല, തീവ്രവാദമില്ല. എയർപോർട്ടിൻ്റെ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് ഒരു ഉപരോധ സമരം എന്ന് പ്രതീകാത്മകമായ സമരം നടത്തുമ്പോൾ അതിനെ പോലീസിനെ ഉപയോഗിച്ച് തടയുകയും അവിടെ ആകെ സംഘർഷാവസ്ഥ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ട് അതിനെ ആകെ ഒരു വലിയ പ്രശ്നമാക്കി അവതരിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ കൃത്യമായ ഹിന്ദുത്വ അജണ്ടയുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഒരു 1-2 വർഷം കഴിഞ്ഞോട്ടെ, കമ്മ്യൂണിസ്റ്റ് പുള്ളിയൊക്കെ മാഞ്ഞ് കാവ്യാവുന്നത് നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ്. ഇതാണ് എയർപോർട്ട് സമരത്തിന്റെ വസ്തുത. എയർപോർട്ടിൽ സമരം നടത്തുക എന്നതൊരു പുതിയ കാര്യം. കേന്ദ്ര സർക്കാരിനോടുള്ള എതിർപ്പാണല്ലോ ഇതിലൂടെ നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. അതിന് മുഖ്യമന്ത്രി ഇരിക്കുന്ന സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം നടത്തുന്നത് അതല്ലേ യഥാർത്ഥത്തിൽ അശ്ലീലത? അങ്ങനെയല്ലല്ലോ നടത്തേണ്ടത്. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം നടത്തിയ പോലെ ചോദിക്കുന്ന നിഷ്കുകളായ ആളുകളുണ്ട്. അത് അങ്ങനെ എങ്ങാനും സമരം നടത്തിയിരുന്നെങ്കിൽ ഇതിനെ വേറെ രൂപത്തിൽ ചിത്രീകരിക്കാനും മറ്റുമൊക്കെ പല ശ്രമങ്ങൾ നടത്തുമായിരുന്നു. അപ്പോൾ എയർപോർട്ട് ഉപരോധിക്കുക എന്നത് കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധ കൊണ്ടുവരാനുള്ള ഏറ്റവും ഫലപ്രദമായ, ഏറ്റവും ശക്തമായ മാർഗമായിട്ടാണ് കാണുന്നത്. എന്ന് മാത്രമല്ല, SIO സോളിഡാരിറ്റി ഈ വഖഫ് ഭേദഗതി ബില്ലിനെതിരെയുള്ള സമരത്തിന്റെ ഉദ്ഘാടനം നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ സമരം എന്ന് പറയുന്നത് ഈ അനിൽ മുഹമ്മദ് പറഞ്ഞ പോലെ ഇതൊരു കേവല വികാര തള്ളിച്ചയിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു സമരമല്ല. ഈ സമരം കേരളം മുഴുവൻ അല്ല, ഇന്ത്യ മഹാരാജ്യം മുഴുവൻ ആളിപ്പടരാനുള്ളതാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് സമരങ്ങളുടെ പുഷ്കലകാലമായിരിക്കും. കാരണം എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ബോധമില്ലാത്ത ആളുകളാണ് ഇത്തരം സമരങ്ങളെ തള്ളിപ്പറയുന്നത് എന്ന് കാണാൻ കഴിയും. നമ്മുടെ കാലങ്ങളായി പൂർവികരായി, അതായത് കഴിഞ്ഞ 8-9 നൂറ്റാണ്ടുകൾക്കുള്ളിൽ മുസ്ലിംകളായ ഭരണാധികാരികൾ ഭരണം നടത്തിയിരുന്ന സന്ദർഭത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന വലിയ സാമ്പത്തികമായ ശേഷിയുള്ള ആളുകൾ തങ്ങൾക്ക് ദൈവപ്രീതി കിട്ടാൻ വേണ്ടി തങ്ങളുടെ അധീനതയിലുള്ള സ്ഥലം അള്ളാഹുവിന്റെ മാർഗത്തിൽ വഖഫ് ചെയ്തുകൊണ്ട് ആരാധനകൾക്കും ആതുരാലയങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മറ്റ് പലതരത്തിലുള്ള പൊതു ജനസേവനങ്ങൾക്കും വേണ്ടി തങ്ങളുടെ സ്വത്ത് മാറ്റിവെച്ചപ്പോൾ ഇന്ത്യയിൽ വമ്പിച്ച ഭൂസ്വത്ത് ഈ വഖഫ് ബോർഡിന്റെ അധീനതയിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. അത് ഇന്നും ഇന്നലെയും ഉണ്ടായിട്ടുള്ളതല്ല. നൂറ്റാണ്ടുകളായി നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന മുസ്ലിങ്ങളായ ഭരണാധികാരികൾ, അതേപോലെ തന്നെ ആ കാലത്തുണ്ടായിരുന്ന വമ്പിച്ച ഭൂജന്മിമാരായ ആളുകൾ, അവർ നീക്കിവെച്ച ആ ഭൂമി അത് പലപ്പോഴും പലതരത്തിലുള്ള കയ്യേറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അത് ഇന്ത്യയിൽ ഒരു സ്വാഭാവിക സംഭവമാണ്. വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോവുക, കൊള്ളയടിക്കപ്പെടുക എന്നത്. എന്നാൽ അതിനെതിരെ കേസുണ്ടാവുകയും വഖഫ് ട്രൈബ്യൂണൽ അതിന്റെ പരിഹാരങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇത് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് വേണ്ടത്ര രൂപത്തിൽ ഇത് തട്ടിയെടുക്കാൻ സാധ്യമാകുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് നിയമപരമായി തന്നെ ഇത് തട്ടിയെടുക്കുവാനുള്ള പുതിയ മാർഗം കണ്ടെത്തിയിട്ടുള്ളത്. ഇതിലൂടെ നമ്മുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ അന്യാധീനപ്പെട്ടു പോകാൻ പോകുന്നു. ഏതൊരാൾക്കും ഒരു ക്ലെയിം ഉന്നയിക്കുന്നതിലൂടെ ഈ സ്വത്തുക്കളെല്ലാം അവരുടേതാക്കി മാറ്റാൻ കഴിയുന്ന തരത്തിൽ അവർക്ക് അനുകൂലമായി നിയമം ചുട്ടെടുക്കുമ്പോൾ അതിനെതിരെ സമരം ചെയ്യേണ്ട എന്ന് പറയുന്നവർ എത്രമാത്രം മാപ്പുസാക്ഷിത്വത്തിന്റെ പിടിയിൽ അമർന്നു പോയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമരം ചെയ്യേണ്ട എന്നല്ല അവർ പറയുന്നത്, സമരത്തിന് വേറെ ചില രൂപങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണ് അവർ പറയുന്ന രൂപം. മാത്രം ശരിയായ രൂപവും യഥാർത്ഥത്തിൽ നടക്കേണ്ട സമരങ്ങളൊക്കെ വൈകാരിക പ്രകടനവുമായി ചിത്രീകരിക്കുന്നത് അതൊരു തരം മാനസിക രോഗമായിട്ട് നമുക്ക് വിലയിരുത്താൻ കഴിയും. വരാനിരിക്കുന്ന കാലങ്ങളിൽ ഷാഹിൻ ബാഗുകളിൽ നാം കണ്ടതുപോലെ, നമ്മുടെ പൗരത്വ പ്രശ്നകാലത്ത് നാം കണ്ടതുപോലെ, ഇന്ത്യ മുഴുവൻ കത്തിപ്പടരാനിരിക്കുന്ന സമരത്തിന് തിരികൊളുത്തുക മാത്രമാണ് SIOയും സോളിഡാരിറ്റിയും ചെയ്തിട്ടുള്ളത് എന്നതാണ് ആ വിഷയകമായി പറയാനുള്ളത്.
രണ്ടാമത്, എല്ലാ സംഘടനകളും കൂടിയും ചേർന്നായിരുന്നു സമരം നടത്തേണ്ടത്. ശരിയാണ്, ആ കാര്യത്തിൽ SIOക്കും സോളിഡാരിറ്റിക്കും മറ്റാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ അങ്ങനെ ചേർന്ന് സമരം നടത്താൻ ആരൊക്കെ തയ്യാറാകുന്നുണ്ട്? എല്ലാവർക്കും സ്വാഗതം. ആര് വിളിച്ചാലും പോകാനും SIOയും സോളിഡാരിറ്റിയും തയ്യാറാണ്. പക്ഷേ ഇവിടെ അങ്ങനെ ഏകീകരണം ഉണ്ടാകുന്നത് സഹിക്കാൻ കഴിയാത്ത ആളുകൾ ഈ സമുദായത്തിനകത്തും പുറത്തും ധാരാളമുണ്ട്. അവരുടെ ഈ കിംവദന്തികൾക്കിടയിൽ പെട്ടുകൊണ്ട് നമ്മുടെ സമരങ്ങൾ നിർവീര്യമാക്കപ്പെട്ടു പോയിക്കൂടാ. അതുകൊണ്ട് നാം തുടങ്ങി വെക്കുകയാണ്. ഇനി ഇത് വളരും. ഇത് ഓരോ സംഘടനകൾ സമരമായി വരും, ഓരോ പ്രദേശത്തുള്ള മഹല്ല് കമ്മിറ്റികൾ സമരമായി വരും, പിന്നീട് അത് വളരും, പിന്നെ അത് കോർഡിനേഷൻ കമ്മിറ്റിയായി മാറും. അങ്ങനെ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളുടെ ആകമാനമുള്ള പ്രക്ഷോഭമായി ഇത് വളരാനിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ ആഗ്രഹിക്കേണ്ടവർ തന്നെയാണ്. ഒന്നിച്ച് സമരം ചെയ്യണമെന്നത് എല്ലാവരും ആഗ്രഹിക്കേണ്ട കാര്യം തന്നെയാണ്, അതിലൊരു തർക്കവുമില്ല. അപ്പൊ അങ്ങനെ തന്നെയാണ് നടക്കേണ്ടത്. രണ്ടാമത്തത്, അടുത്ത വിഷയം സയ്യിദ് ഖുത്ബുമായി ബന്ധപ്പെട്ടതാണ്. സയ്യിദ് ഖുത്ബ് ജമാൽ അബ്ദുൽ നാസറിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തി എന്നത് ഈജിപ്ഷ്യൻ ഗവൺമെന്റിന്റെ ആരോപണം മാത്രമാണ്. അതിന് ഒരു തെളിവും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ വഴിയടയാളങ്ങൾ എന്ന പുസ്തകം, അത് ഇന്നും മലയാളത്തിൽ വരെ വായിക്കാൻ കിട്ടും. ആ പുസ്തകത്തിന്റെ പേരിലാണ് അദ്ദേഹത്തെ വധഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തിട്ടുള്ളത്. അല്ലാതെ അദ്ദേഹം വധഗൂഢാലോചന നടത്തിയതായി തെളിയിച്ചിട്ടില്ല. എന്നാൽ ഇത് പറയുന്ന ആളുകൾ നടത്തുന്ന അവരുടെ സമ്മേളനങ്ങൾ പ്രദർശിപ്പിക്കുന്ന പല ആളുകളുടെയും ചരിത്രത്തിന്റെ നടുമുറ്റത്ത് വളരെ വ്യക്തമായി മില്യൺ കണക്കിന് ആളുകളെ കൊന്നുകൂട്ടിയ ആളുകളുടെ ഫോട്ടോ വെച്ച് സമ്മേളനങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ സമരപരിപാടികൾ നടത്തുന്ന ആളുകളാണ് സയ്യിദ് ഖുത്ബിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് അസ്ഖ്യതപ്പെടുന്നതെങ്കിൽ അതിന് അസുഖം മറ്റൊന്നാണ് എന്നേ പറയാനുള്ളൂ. സയ്യിദ് ഖുത്ബ് ആധുനിക കാലഘട്ടത്തിലെ 20-ാം നൂറ്റാണ്ടിലെ ഇസ്ലാമിക വിപ്ലവകാരികളിൽ അങ്ങേയറ്റം അഗ്രഗണ്യനായ ഫീ ദിലാലിൽ ഖുർആൻ എന്ന് പറയുന്ന ഉജ്ജ്വലമായ ഖുർആൻ തഫ്സീർ എഴുതിയ, ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥം എഴുതിയ, അങ്ങേയറ്റം സൗന്ദര്യാത്മകമായ, ലോകം മുഴുവൻ പ്രകീർത്തിക്കപ്പെട്ട ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥം എഴുതിയ ഇസ്ലാമിക പണ്ഡിതനായ, ഇസ്ലാമിനെ ലോകത്തെ സാമൂഹ്യ നീതിക്ക് വേണ്ടി ഇസ്ലാമിക ആശയങ്ങളെ എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ മനസ്സിലാക്കി അതിനുവേണ്ടി ഗ്രന്ഥരചന നടത്തിയ, അതിനുവേണ്ടി സാഹിത്യ പ്രവർത്തനം നടത്തിയ അദ്ദേഹത്തെ പല അധികാരികൾക്ക് ഇഷ്ടമില്ലാത്തത് കാരണം അദ്ദേഹത്തിന്റെ മേൽ പല കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് അദ്ദേഹത്തെ വധിച്ചുവെങ്കിൽ അത് അവരുടെ കുറ്റമാണ്, അല്ലാതെ അത് സയ്യിദ് ഖുത്ബിന്റെ കുറ്റമായിരുന്നില്ല. അങ്ങനെയുള്ള വിപ്ലവ പോരാളികളുടെ വിപ്ലവ പോരാട്ടങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് SIOക്കും സോളിഡാരിറ്റിക്കും സമരവീര്യം ഉണ്ടായിട്ടുള്ളത് എന്ന് പ്രദർശിപ്പിക്കാൻ വേണ്ടിയാണ് അത്തരക്കാരുടെ ഫോട്ടോ പ്രദർശിപ്പിച്ചത് എന്ന് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ദീർഘം ഭയന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.